കേരളം കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ കൈവരിച്ച നേട്ടങ്ങളുടെ കണക്കെടുക്കുമ്പോൾ പല മേഖലകളിലും ബഹുദൂരം മുന്നിലാണ് എന്ന് നിസ്സംശയം പറയാം. പല രീതിയിൽ കേരളത്തിനെ തകർക്കാൻ ചിലർ അശ്രാന്തം പരിശ്രമിക്കുമ്പോഴും അതിനെയെല്ലാം മറികടന്ന് മുന്നേറുകയാണ് നമ്മുടെ സംസ്ഥാനം. ഇപ്പോഴിതാ സുസ്ഥിര കാർഷിക വികസനത്തിൽ കേരളം രാജ്യത്തിന് മാതൃകയെന്ന ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ റിപ്പോർട്ട് അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ്. കൃഷിക്ക് അനുഗുണമായി മണ്ണും വെള്ളവും സംരക്ഷിക്കുന്നതിലും കാർഷിക പരിസ്ഥിതി സംരക്ഷിക്കുന്നതിലും കേരളം പുലർത്തുന്ന ജാഗ്രത ICAR റിപ്പോർട്ട് എടുത്തുകാട്ടുന്നു. അതേസമയം ദേശീയ തലത്തിലേക്ക് നോക്കുമ്പോൾ സ്ഥിതി അത്ര അനുകൂലമല്ലെന്നതും ശ്രദ്ധേയ കാര്യമാണ്. കേരളത്തിനെതിരെ നിരന്തരം വാദങ്ങൾ ഉന്നയിക്കുന്ന BJPയുടെയും കോൺഗ്രസിന്റെയും സംസ്ഥാനങ്ങളുടെ അവസ്ഥ നാം അറിയാതെ പോകരുത്. രാജസ്ഥാൻ, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ ദേശീയ ശരാശരിയേക്കാൾ താഴെ അപകടകരമായ നിലയിലാണ്. പഞ്ചാബും ഹരിയാനയും രാജസ്ഥാനും ഭൂഗർഭജലത്തിൽ 61 മുതൽ 72% വരെ അധികമായി ചൂഷണം ചെയ്തു. രാജ്യത്താകമാനം ജലസ്രോതസ്സുകളിൽ അമ്ലാംശം വർദ്ധിക്കുന്നു. ഇത് മണ്ണിന്റെ ജൈവഘടന തകർക്കുന്നു. അമിതമായ രാസവസ്തുക്കളുടെ ഉപയോഗം ജൈവ കാർബണിന്റെ അഭാവത്തിനും സൂക്ഷ്മ പോഷണങ്ങളുടെ നാശത്തിനും കാരണമാകുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഭൂഗർഭ ജലക്ഷാമം തുടർന്നാൽ രാജ്യത്തെ വിളവെടുപ്പിൽ 20% വരെ കുറവുണ്ടാകുമെന്നും റിപ്പോർട്ടിലുണ്ട്. മാത്രമല്ല, ദേശീയ തലത്തിൽ മണ്ണും ജലവും മലീമസമാകുന്നത് രാജ്യത്തെ ഭക്ഷ്യോൽപാദനത്തെയും അതുവഴി ഭക്ഷ്യസുരക്ഷയെയും അപകടത്തിലാക്കുമെന്നും ഇന്ത്യൻ കാർഷിക മേഖലയിലെ സുസ്ഥിരതാ വിലയിരുത്തൽ എന്ന ICAR നയരേഖ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഇവിടെയാണ് കേരളം ദേശീയ ശരാശരിയേക്കാൾ മുന്നിലെത്തിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്ന പുരോഗമനപരമായ നയങ്ങളാണ് കേരളത്തെ സുസ്ഥിര കാർഷിക സംസ്ഥാനങ്ങളിൽ ഒന്നായി ഉയർത്തിയതിന് പ്രധാന കാരണം. 2016 മുതൽ കേരള സർക്കാർ ജൈവ കൃഷി സജീവമായി പ്രോത്സാഹിപ്പിക്കുന്നു. മണ്ണിന്റെ ആരോഗ്യം, ജലവിഭവ പരിപാലനം, ജൈവ വൈവിധ്യ സംരക്ഷണം എന്നിവയിൽ സംസ്ഥാനം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കുന്നതിനായി പയറുവർഗ്ഗവിള വർദ്ധിപ്പിച്ചു. രാസവളങ്ങൾ കുറയ്ക്കുന്നത് നയമായി സ്വീകരിച്ചു. ഇങ്ങനെ വിവിധ തരത്തിലുള്ള നടപടികളിലൂടെ മുൻപോട്ടു പോകാൻ കേരളത്തിന് സാധിക്കുന്നു. കാർഷിക വികസനത്തിനു പുറമെ വ്യവസായ സൗഹൃദം, വിദ്യാഭ്യാസം, ആരോഗ്യ പരിപാലനം, ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം, പൊതുഭരണ നിർവഹണം തുടങ്ങിയവയിലും കേരളം ദേശീയ തലത്തിൽ 1-ാം സ്ഥാനത്താണ് എന്നതും ഇവിടെ കൂട്ടിച്ചേർക്കേണ്ട വസ്തുതയാണ്.